ഹലോ ഗായ്സ്, KJ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സിഗരറ്റ് ടേബിൾ ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മച്ചന്മാർ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഈ ഫോട്ടോയ്ക്കകത്ത് കാണുന്ന പോലെ 2 ഫ്രെയിം അടിച്ചെടുക്കാം. 32 ഇഞ്ച് നീളം 14 ഇഞ്ച് വീതിയുള്ള 2 ഫ്രെയിം ഉണ്ടാക്കാം. നമ്മളിവിടെ എടുത്തേക്കുന്ന പൈപ്പ് 2 പൈപ്പാണ്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ആദ്യത്തെ ഫ്രെയിമിനുള്ള പൈപ്പ് കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് സ്പോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കത് വെൽഡ് ചെയ്യാം. ഫ്രണ്ട്സ്, അതിനുശേഷം നമ്മൾ ആദ്യത്തെ ഫ്രെയിം ഉണ്ടാക്കിയ പോലെ തന്നെ രണ്ടാമത്തെ ഫ്രെയിം നമ്മൾ ഉണ്ടാക്കുന്നു. ആ അളവിൽ തന്നെ അത് കട്ട് ചെയ്ത് വെൽഡ് ചെയ്തെടുക്കുക. അങ്ങനെ 2 ഫ്രെയിമും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കുന്ന ടേബിളിൻ്റെ മുകളിൽ വെക്കുന്ന ഫ്രെയിമിൽ പെബിൾ സ്റ്റോൺ വെക്കാൻ വേണ്ടി പൈപ്പ് കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് കൊടുക്കുക. മുകളിൽ കൊടുത്തേക്കുന്ന അളവിലാണ് ഈ ഫ്രെയിം ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഫ്രണ്ട്സ്, അടിയിലത്തെ ഫ്രെയിമിലും 10 ഇഞ്ച് മാറി ഒരു പൈപ്പ് വെൽഡ് ചെയ്ത് കൊടുക്കുക. അടുത്തായി നമുക്ക് ഈ കാണുന്ന അളവിൽ 1 പൈപ്പ് മുറിച്ച് വെൽഡ് ചെയ്തെടുക്കാം.
അതിനുശേഷം നമ്മളിപ്പോൾ ബെൽഡ് ചെയ്തെടുത്ത ഒന്നിക്കൊന്നിൻ്റെ പൈപ്പ് എടുത്ത അടിയിലത്തെ ഫ്രെയിമിൽ നടുഭാഗത്തായിട്ട് അത് ബെൽഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 2 ഫ്രെയിമും നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നു. ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത മേശയുടെ ആ ഫ്രെയിമിൻ്റെ സെൻറ്ററായിട്ട് ആ ഒന്നിക്കൊന്നിൻ്റെ പൈപ്പ് വെൽഡ് ചെയ്തെടുക്കുക. ഫ്രണ്ട്സ്, അടുത്തായി നമ്മൾ പെബിൾ സ്റ്റോൺ ഇടാൻ വേണ്ടി ഒരു പ്ലൈവുഡ് കഷ്ണം കട്ട് ചെയ്ത് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അടുത്ത നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ചെയിൻ കട്ട് ചെയ്തെടുക്കുക എന്നാണ്. നമ്മളൊരു 9 ഇഞ്ച് നീളത്തിലൊരു ചെയിൻ കട്ട് ചെയ്തെടുക്കുന്നു. അത് നമ്മൾ ആ സെൻറ്ററിലത്തെ പൈപ്പിലോട്ട് വെൽഡ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ 4 സൈഡിൽ സപ്പോർട്ടിന് വേണ്ടിയുള്ള 4 ചെയിൻ നമ്മളൊരു 20 ഇഞ്ച് അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെൽഡ് ചെയ്ത് കൊടുക്കാം. 4 സൈഡിലും വെൽഡ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഏകദേശം പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത് നമ്മുടെ പെയിൻറ്റിങ്ങിലോട്ട് പോകാം. പെയിൻറ്റിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ ചെയിനയിലോട്ട് പെയിൻറ്റ് പറ്റാതിരിക്കാൻ വേണ്ടി നമുക്ക് പേപ്പർ ചുറ്റി കൊടുക്കാം. ഫ്രണ്ട്സ്, എന്നാൽ നമുക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. നമ്മളിവിടെ എടുത്തേക്കുന്ന ഒരു ഗോൾഡൻ കളറാണ്. ഫ്രണ്ട്സ്, നമ്മൾ ചുറ്റി കൊടുത്തേക്കുന്ന പേപ്പർ നമുക്ക് അഴിച്ചു മാറ്റി കളയാം. അതിനുശേഷം നമുക്ക് പെബിൾ സ്റ്റോൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റായി നമുക്ക് നമ്മുടെ ഗ്ലാസ് വെച്ച് കൊടുക്കുക എന്നതാണ് നമ്മുടെ ലാസ്റ്റത്തെ പരിപാടി. ഫ്രണ്ട്സ്, ഇതെങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നടുക്കത്തെ ചെയിനിൽ ഇത്രയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ബാക്കി ഈ 1, 2, 3, 4 ഈ 4 ചെയിനാണ് ഇത് ബാലൻസ് ചെയ്യുന്നത്. ഈ വെയിറ്റ് ഇത്രയാണ് ഈ വെയിറ്റ് വരുന്നത്. ഈ 4 ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതെ ബാലൻസ് ചെയ്തിരിക്കുവാണ് ഈ 4 ചെയിന്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇതിനും അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.